ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വണക്കം, വന്ദനം, നമസ്കാരം. മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഹരിപ്പാടുള്ള കസ്തൂർബ പാരാമെഡിക്കൽസ് ആൻഡ് സ്കിൽ സെൻ്ററിലാണ്. ഇവിടുത്തെ കിടിലൻ അഭിനേതാക്കൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കമോ. VM വിനുവിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ 2003 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ബാലേട്ടൻ. അപ്പോൾ അതിലെ ജഗതി ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു പഞ്ച് ഡയലോഗുമായിട്ട് നമ്മുടെ നടീനടന്മാരെത്തുകയാണ്. കണ്ടു നോക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയമാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും. അങ്ങനെ ബാലേട്ടനിലെ ആ ജഗതി ചേട്ടൻ്റെ ഡയലോഗ് പറഞ്ഞ് തകർക്കാനായിട്ട് കസ്തൂർബ പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ സെൻറ്റർ ഹരിപ്പാടിലെ കിടിലൻ അഭിനേതാക്കളാണ് എൻ്റെ പുറകിലുള്ളത്. ഭയങ്കര എനർജിയാണ്. കൈയടിച്ചാൽ പുറത്ത് കേക്ക് പോലും ഇല്ല. എവിടെ അടിച്ചാൽ നോക്കട്ടെ. ഇപ്പം കേൾക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾ ആദ്യത്തെ അഭിനേതാവിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ തന്നെ പറയും ആരാന്ന്. ഹനുമാനോ? ആരാ? ഫാത്തിമ. ഫാത്തിമേനെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. കൈയടിച്ചുകൊണ്ട് എവിടെ? മിക്കവാറും ഇത് കഴിയുമ്പോഴത്തേക്കും ഫാത്തിമ വെച്ചിട്ടുണ്ട് അവർക്കുള്ളത്. അഭിനയിക്കാറുണ്ടോ? അഭിനയിച്ചിട്ടില്ല. ആദ്യമായിട്ടാണല്ലോ. എന്നെ തള്ളി മാറ്റാണ് ഇവിടുന്ന്. ഇവിടെ തന്നെ സ്ഥലം എവിടെ? കായംകുളമാണ്. കായംകുളത്ത് നിന്ന് ഹരിപ്പാട് വന്ന് പഠിക്കുകയാണ്. ഓക്കെ. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ MLT. ഓക്കെ. ആക്ഷൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്ക്. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുതി ഉയർത്തി എൻ്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഞാനൊരു കാര്യം പറഞ്ഞേക്ക്. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുതി ഉയർത്തി എൻ്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നിന്റെ തോന്നിയാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്നിലെ കവിയല്ല കൊലപാതകം കാണേണ്ടി വരും. ഒരു പ്രാർത്ഥന കേട്ട സുഖം. എന്തായാലും അത് നന്നായി. ഈശ്വര പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. പോയി. അടുത്തതായി വളരെ കുലീനവതിയായ സീതയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഡയലോഗ് പറയാനായിട്ട് കൈയടിച്ചു വിടുന്നാലേ വരുള്ളൂ. സീത വന്നാ? എവിടെയാണ് സീതയുടെ സ്ഥലം? മണ്ടാനം സ്വദേശി. അഭിനയിക്കാൻ പോകും അതെ അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക്. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എൻ്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. എനിക്ക് ശ്വാസം മുട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൾക്കാരാണല്ലേ? ഒറ്റ ശ്വാസത്തിന്റെ. അതിലേക്ക് നിന്റെ തോന്നിവാസത്തിന്റെ എന്നോടാണോ? കേട്ടോ മോളെ, ഞാൻ ഇതിലില്ല കേട്ടോ. തോന്നിവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്നുള്ളിലെ കലാകാരനെ അല്ല കൊലപാതകയെ നീ കാണും. ഒന്നുകൂടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് കയറ്റി തകർത്ത് തരിപ്പണം വെക്കാനാണ് ഭാവമെങ്കിൽ എന്നുള്ളിലെ കലാകാരനല്ല കൊലപാതകയെ നീ കാണും. പഠിച്ചല്ലേ? ഫുൾ മാർക്സ് കേട്ടോ. നല്ലൊരു കാര്യം. അടുത്തതായി 2 നടിമാർക്ക് ശേഷം ഒരു നടൻ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ 3 പേര് ഓടി. ആരാണോ നടൻ? ആരമോനെ? സച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. എവിടെയാണ് സച്ചിയുടെ സ്ഥലം? തിരുവല്ല. അഭിനയിക്കാൻ ഇഷ്ടമാണല്ലേ? ഒരു ഇഷ്ടവും ഇല്ല, വെറുപ്പാണ്. എന്നാലും വെറുപ്പില്ല, പക്ഷെ ഇഷ്ടമല്ല. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക്. ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കൊടുത്ത് എൻ്റെ അഭിമാനത്തിൻ്റെ 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിൻ്റെ തോന്നിവാസത്തിൻ്റെ ഫൈറ്റ് ഇടിച്ച് കയറ്റാനോ ഭാവമെങ്കിൽ നീ എന്നിലെ കലാകാരനല്ല, കാരണം കൊലപാതകയാണ് നിൽക്കണം. എടി തങ്കി, ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് അതെങ്കിൽ അത് കൊലപാതകം കാണേണ്ടി വരും അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ഇവിടെ നിർത്തുന്നില്ല. ഒരു മിനിറ്റ്. സച്ചിനെ അവരെന്തായാലും തള്ളി പറഞ്ഞിട്ട് സ്ഥിതിക്ക് അടുത്ത അഭിനേതാവ് ആരാന്ന് സച്ചിനെ തീരുമാനിച്ചു. ആദ്യമല്ലേ? ഒരു സംശയമില്ല. കാര്യം ആദ്യമാണ് സച്ചിനെ പറഞ്ഞു വിട്ടത്. അതുപോലെ സച്ചി തിരിച്ച് പണിഞ്ഞിരിക്കുകയാണ് അല്ലേ? എവിടെയാണ് ആദ്യയുടെ സ്ഥലം? അമ്പലപ്പുഴ. ഫുൾ നെയിം എന്താ? ആദ്യം തന്നെ ആദിത്യൻ. ഓക്കെ. അഭിനയിച്ച് നോക്കാം. അഭിനയിക്കണം വേണം. ഇവിടെ നോക്കിട്ടോ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി പറഞ്ഞു നോക്കണേ.
അങ്ങനല്ല മോനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തു ഉയർത്തിയ എൻ്റെ ഇത്ര നാൾ ഞാൻ കസ്തൂർബ പഠിച്ചെന്നോ? കഷ്ടപ്പെട്ട് പടുത്തു ഉയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ എന്തോ വരുത് അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് എന്താ ആരുടെയോ കെട്ട് നടത്തിയ കഥയാണ് ഞാൻ കേൾക്കുന്നത്. ഏതാണ്ട് എത്ര 10 കിലോ കെട്ടിടം പൊക്കം വരും. ഏതാണ്ട് 10 കിലോ 10 നില 10 നിലയെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഏതാണ്ട് 110 നില ഇത് പൊക്കം വരും. അതിലേക്ക് നിൻ്റെ അഹങ്കാരത്തിൻ്റെ അത് വരുത്. ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പടമാക്കാനായ ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും. കളഞ്ഞിട്ട് പോയടോ. കൊള്ളാം. ഒട്ടും സമയം കളയാതെ അടുത്ത അഭിനേതാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആര്? നൗഫിയ. നൗഫിയനെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. നൗഫിയ തന്നെ നോക്കുകയാണ് ഇത് ആരാണ് നൗഫിയ. റീൽസ് ചെയ്യാറുണ്ടല്ലേ? ഇല്ല. ഡാൻസ് കളിക്കോ? ഒന്നും ചെയ്യാറ്. അഭിനയിക്കോ? പിന്നെ എന്തിനാ ഇവിടെ? പഠിക്കാനായിട്ട് വന്നു. പഠിക്കാൻ വന്ന. ഓക്കെ. ഇപ്പൊ ചുമ്മാ ഇവര് പറഞ്ഞു വിട്ടുകൊണ്ട് ശ്രമിക്കാൻ വന്നതാണ് അതെ അല്ലേ? എവിടെ നൗഫിയുടെ സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ. ആക്ഷൻ. ഒരു തമാശ. ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ 10-12 അല്ല 10-12 കെട്ടിയതാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ ഒന്നും നടക്കാൻ പോലുള്ള ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ 12-10 പോയാ 12-10 വന്യ കെട്ടി 12-10 പന്നിയാ. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തി നിന്റെ അഭിമാനത്തിൻ്റെ 10-12 പന്നിയ കെട്ടേണ്ടി വരും. കെട്ടേണ്ടി വരും. അഭിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റാനാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ മനസ്സിലെ എൻ്റെ ഉള്ളിലെ കലാകാരനെ അല്ല കൊലപാതകയാണ്. ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റാണെങ്കിൽ ഭാവമെങ്കിൽ എൻ്റെ മനസ്സിലെ കല്ലെടുത്ത് ഞാൻ പുറത്തിടും. എൻ്റെ ഉള്ളിലെ കൊലപാതകയല്ല കാണുന്ന കൊലപാതകയാണ് കാണുന്നത്. അല്ലേ? ഒന്ന് നോക്കിയാ ഞാൻ ഒരു പുലിവാലിനെ കയറി പിടിച്ചിരിക്കണത്. താങ്ക്സ്. കൊള്ളാം. നല്ലൊരു കൈ കൊടുത്തോട്ടോ. ലക്ഷ്മിയെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈ കൊടുക്കൂ. എവിടെയാണ് ലക്ഷ്മിയുടെ സ്ഥലം? വെട്ടിയാർ. അഭിനയിച്ച് നോക്കാം. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് ഒരു 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിൻ്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകയെ നിനക്ക് കാണേണ്ടി വരും. അത് പറഞ്ഞിട്ട് ഞാൻ കരി മോളെ നിർത്തി കുറച്ചും കൂടി ഒരു ലൗഡായിട്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് ഒരു 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിൻ്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകയെ നിനക്ക് കാണേണ്ടി വരും. ഇത് പോരാതെ വരും ചിലപ്പോൾ ലക്ഷ്മിക്ക് അല്ലേ? ഏത് ഡയലോഗ് കൊടുത്താലും പറയും. കൊള്ളാം കേട്ടോ. എന്തായാലും എല്ലാവരും ഡയലോഗ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.